2025 SSLC ഓണം എക്സാമിന്റെ മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. Which is the functional group present in acetone? അസറ്റോണിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അസറ്റോൺ എന്നാണ് പേര് അല്ലെ. പേര് എൻഡ് ചെയ്യുന്നത് എന്തിലാണ് കുഞ്ഞുങ്ങളെ? ONE-യിലാണ് എൻഡ് ചെയ്യുന്നത്. ONE-യിൽ എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കീറ്റോൺ അല്ലെ. കീറ്റോൺ ആണിത്. കീറ്റോ ഗ്രൂപ്പ് ആണ് കീറ്റോണുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആരാണ് അസറ്റോൺ? പ്രൊപ്പനോൺ. ഞാൻ വേണ്ടി ഒന്ന് വരച്ചു കാണിക്കാം. CH3 CO CH3 ഇതാണ് അസറ്റോൺ. ഇതിലെ CO ഗ്രൂപ്പ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആരാ CO ഗ്രൂപ്പ്? CO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പ് ആണ്. അത് ആരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? കീറ്റോണുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഏതാണ് ആൻസർ? കീറ്റോ ഗ്രൂപ്പ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഓണപരീക്ഷയ്ക്കും 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ആരാണ് അനാൽജസിക്സുകൾ? എന്താണ് അനാൽജസിക്സിന്റെ ഫങ്ഷൻ, ധർമ്മം എന്താണെന്നാണ് ചോദിച്ചത്. അനാൽജസിക്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? റിലീവ് പെയിൻ അല്ലെ, ബോഡി പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനാൽജസിക്കുകൾ. അനാൽജസിക്കുകൾക്ക് എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ആസ്പിരിൻ എന്ന് പറയുന്നതാണ് അനാൽജസിക്സിന് എക്സാമ്പിൾ, ഉദാഹരണം. അടുത്തത് ആന്റിപൈററ്റിക്സ്. ആന്റിപൈററ്റിക്കുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശരീരത്തിലെ ടെമ്പറേച്ചർ, താപനില കുറയ്ക്കാനാണ്. സോ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ഇസ് ദ ഡ്യൂട്ടി ഓർ ദ ഫങ്ഷൻ ഓഫ് ആന്റിപൈററ്റിക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ആന്റിബയോട്ടിക്സ്. നമ്മൾ ആന്റിബയോട്ടിക്സുകൾ നമുക്ക് ശക്തമായ പനി കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ആന്റിബയോട്ടിക്സ് പ്രിഫർ ചെയ്യല്ലേ. നമുക്ക് അത്രയും ക്ഷീണവും തളർച്ചയും അത്യാവശ്യം നല്ല രീതിയിൽ അസുഖം വരുന്ന ടൈമിലാണ് ആന്റിബയോട്ടിക്സ് പ്രിഫർ ചെയ്യുക. കാരണം അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലെ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, ശരീരത്തിന് രോഗകാരികളായിട്ടുള്ള അണുക്കളെ അതിനെ ഡെസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കുകയും അതിന്റെ വളർച്ച തടയുകയും അതിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ആന്റിബയോട്ടിക്കുകൾ. പെനിസിലിനൊക്കെ ആന്റിബയോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ്. സോ ആന്റിബയോട്ടിക്സ് എന്താണ് ചെയ്യുന്നത്? പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. അപ്പൊ അനാൽജസിക് എന്ന് പറയുന്നത് റിലീവ് പെയിൻ ആണ്. അപ്പൊ A എന്ന് പറയുന്നത് 3 ആണ്. A3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. C ഇസ് ദ റൈറ്റ് ആൻസർ. ആന്റിബയോട്ടിക്കുകൾ എന്ത് ചെയ്യുന്നു? ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു, ശരീര താപനില കുറയ്ക്കുന്നു. ആന്റിബയോട്ടിക്കുകൾ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആൽക്കെയിൻ വിത്ത് 4 കാർബൺ ആറ്റംസ്, 4 കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ കാർബണിനും കാർബണിനും ഇടയിൽ സിംഗിൾ ബോണ്ട്, ഏകബന്ധനം വരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിനുകൾ. ഈ ആൽക്കെയിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? അതിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. അത് എന്ത് അണ്ടർഗോ ചെയ്യുന്നു? തെർമൽ ക്രാക്കിംഗ് അണ്ടർഗോ ചെയ്യുന്നു ടു ഗെറ്റ് ദ പ്രൊഡക്ട്സ് Y and Z. അപ്പോൾ ഏതോ ഒരു ആൽക്കെയിൻ, പക്ഷെ ആൽക്കെയിന്റെ കയ്യിൽ എത്ര, മക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ, വളരെ ഈസിയാണിത്. ഈ ആൽക്കെയിന്റെ കയ്യിൽ 4 കാർബൺ ആറ്റം ആണുള്ളതെന്ന് പറയുന്നു. അപ്പൊ 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ വരയ്ക്കുക. 1 2 3 4. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകളാ, ഏകബന്ധനമാണ് വരുന്നത് ആൽക്കെയിൻ ആയതുകൊണ്ട്. യെസ്. ആൻഡ് വാലൻസി സാറ്റിസ്ഫൈ ചെയ്തോ? എന്താ? പുറമേ ഉള്ളവർക്ക് CH3, അകമേ ഉള്ളവർക്ക് CH2. ഇതാണ് ആൽക്കെയിൻ. 4 കാർബൺ ആറ്റമുള്ള ആൽക്കീൻ ആരാണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടെയിൻ അല്ലെ. ബ്യൂട്ടെയിൻ ആണ് തെർമൽ ക്രാക്കിംഗ് അണ്ടർഗോ ചെയ്യുന്നത്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ ചൂടാക്കുക. എന്തിന്റെ പ്രസൻസിൽ? എയറിന്റെ പ്രസൻസിലാണോ? അല്ല, ഓക്സിജന്റെ അഭാവത്തിൽ ഇതിനെ ചൂടാക്കാണ്. ചൂടാക്കുമ്പോൾ ഇത് പൊട്ടും മക്കളെ, 2 ആയിട്ട് പൊട്ടും. ഓക്കെ, ഈ ബ്യൂട്ടെയിൻ എന്ത് ചെയ്യും? 2 ആയിട്ട് പൊട്ടും. അപ്പൊ പൊട്ടുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഉണ്ടാകുന്നതിൽ ഒരു ആൽക്കീൻ ഉണ്ടായിരിക്കണം. എന്നുണ്ടായിരിക്കണം? ഒരു ആൽക്കീൻ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ CH2 ഡബിൾ ബോണ്ട്, CH2 എല്ലാം അങ്ങനെ തന്നെ. തന്നിരിക്കുന്ന ആൽക്കീനുകൾ, തന്നിരിക്കുന്ന പ്രൊഡക്റ്റിൽ എല്ലാം കോമൺ ആയിട്ടുള്ളത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പൊ നമുക്ക് പൊട്ടിക്കാം. ഇവിടെ നിന്ന് പൊട്ടട്ടെ. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഒരു ആൽക്കീൻ ആയിട്ട് മാറും. എന്താ ആൽക്കീൻ? CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. പ്ലസ് ആൽക്കീന്റെ കൂട്ടത്തിൽ എന്ത് കിട്ടും? ഒരു ആൽക്കെയിനും കിട്ടും. ഒരു ആൽക്കീനും കിട്ടും, ഒരു ആൽക്കെയിനും കിട്ടും. ആരാ നമുക്ക് കിട്ടുന്ന ആൽക്കെയിൻ എന്ന് പറയുന്നത്? ഇനി 2 കാർബൺ ആറ്റം. മൊത്തം ഈ കോമ്പൗണ്ടിൽ 1 2 3 4 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് അല്ലെ. ഒരു ആൽക്കീൻ ഫോം ചെയ്തപ്പോ ഇവിടെ 2 കാർബൺ ആറ്റങ്ങൾ തീർന്നു. ഇനി എത്ര കാർബൺ ആറ്റേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിൻ വരയ്ക്കുക.
CH3 സിംഗിൾ ബോണ്ട് CH3. ഇപ്പൊ മൊത്തം ഇത് പൊട്ടി രണ്ടായിട്ട് മാറി. അതായത് മൊളിക്കുലാർ വെയിറ്റ് കൂടിയ ബ്യൂട്ടൈൻ ആണിത്. മൊളിക്കുലാർ വെയിറ്റ് തന്മാത്രാഭാരം കൂടിയ ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അത് ചൂടാക്കുമ്പോൾ പൊട്ടി മൊളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ രണ്ട് ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നുണ്ട്. ആദ്യത്തതിൽ 2 കാർബൺ ആറ്റം, രണ്ടാമത്തെ പ്രൊഡക്റ്റിലും 2 കാർബൺ ആറ്റം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഇതാണ് റിയാക്റ്റന്റ്. റിയാക്റ്റന്റിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4. പ്രൊഡക്റ്റിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കണം? 1 2 3 4. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. കാർബൺ ആറ്റം. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ എത്രയാ? 3 2 5, 5 2 7, 7 3 10. ഇവിടെയോ 3 3 6, 6 4 10. സോ കാർബണും ഹൈഡ്രജനും സെയിം ആണ്. 4 കാർബൺ 10 ഹൈഡ്രജൻ ആറ്റം. റെഡി അല്ലേ? അപ്പൊ തെർമൽ ക്രാക്കിംഗ് ആണ്. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയോ, ഒന്ന് CH2 ഡബിൾ ബോണ്ട് CH2, ഒന്ന് CH3 സിംഗിൾ ബോണ്ട് CH3, ആൻഡ് ആരാണ് റിയാക്ടന്റ്? C4H10. സോ ആൻസർ എന്താണ്? ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഡി എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ് ആദ്യത്തത്. എൽ ഷെൽ കണ്ടെയ്ൻസ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. എൽ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്. അത്രയും മതി നമുക്ക്. ഒന്നാമത്തത് കെ ഷെല്ല്, രണ്ടാമത്തത് എൽ ഷെല്ല്. കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളുണ്ട്? ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലാണുള്ളത്, എസ്. രണ്ടാമത്തെ ഷെല്ലായ എല്ലിൽ 2 സബ് ഷെല്ലുണ്ട്, എസും ഉണ്ട് പിയും ഉണ്ട്. രണ്ടാമത്തേതായതുകൊണ്ട് 2. ഇനി എം എടുത്താലോ, അതിൽ 3 എണ്ണം ഉണ്ട്, എസും ഉണ്ട് പിയും ഉണ്ട് ഡിയും ഉണ്ട്. മക്കൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ, നമ്മൾ 1s 2s എന്നൊക്കെ പറയും അല്ലേ? ഇത് ആദ്യത്തെ ഷെൽ ആയതുകൊണ്ട് 1s, എൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് 2s-ഉം 2pയും. റെഡി അല്ലേ? എസിൽ എത്ര ഇലക്ട്രോൺസിന് ഇരിക്കാം? എസ് സബ് ഷെൽ ഒരു ബൈക്ക് പോലാണ്, 2 ഇലക്ട്രോൺസിനായി ഇരിക്കാൻ പറ്റുക. പിക്കോ 6 ഇലക്ട്രോൺസ്. അപ്പൊ 6 ഉം 2 8 ഇലക്ട്രോൺസിനാണ് എവിടെ ഇരിക്കാൻ പറ്റുക? എൽ ഷെല്ലിൽ ഇരിക്കാനായിട്ട് പറ്റുക. കെ ഷെല്ലിലോ? കെ ഷെല്ലിൽ ആകെ 1s മാത്രമേ ഉള്ളൂ. എസിൽ 2 ഇലക്ട്രോൺസിനാണ് മാക്സിമം ഇരിക്കാൻ പറ്റുക. സോ കെ ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺസും, എൽ ഷെല്ലിലോ 2sൽ 2, 2pയിൽ 6, 6 ഉം 2 8 ഇലക്ട്രോൺസിന് എൽ ഷെല്ലിൽ ഇരിക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 8 ഇലക്ട്രോണുകളാണ് എല്ലിലുള്ളത്, എൽ ഷെല്ലിലുള്ളത്. അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. എൽ ഷെല്ലിന് 5 ഓർബിറ്റലുകളാണ്. ശരിയാണ് കുഞ്ഞുങ്ങളെ. എസിന് എത്ര ഓർബിറ്റൽ ഉണ്ട്? എസിന് ഒറ്റ ഓർബിറ്റൽ ആണുള്ളത്. പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? പിക്ക് 3 ഓർബിറ്റലുകളാണുള്ളത്. അപ്പൊ എസും പിയും മാത്രമാണ് എൽ ഷെല്ലിലുള്ളത്. അപ്പൊ 1 2 3 4 ഓർബിറ്റലുകളാണ് എവിടെയുള്ളത്? 4 ഓർബിറ്റലുകളാണ് എവിടെയുള്ളത്? നമ്മുടെ എൽ ഷെല്ലിലുള്ളത്. ഓർബിറ്റലുകളുടെ എണ്ണം 4 ആണ്. ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ. എസിന് 1 ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ, ഡിക്ക് 5 ഓർബിറ്റൽ ആണ്. 1 2 3 4 5. എഫിന് 7 ഓർബിറ്റൽ. 1 2 3 4 5 6 7 ഓർബിറ്റൽ. ഇങ്ങനെ ഓർത്താൽ മതി. 1 3 5 7 ഓഡ് നമ്പേഴ്സ് എഴുതില്ലേ? ഓഡ് നമ്പേഴ്സ് 1 3 5 7. ഇത്ര ഓർബിറ്റലുകളാണ് ഓരോ സബ് ഷെല്ലുകൾക്കും ഉള്ളത്. അപ്പൊ എല്ലിൽ 2 സബ് ഷെല്ലുണ്ട്, ഒരു എസും ഉണ്ട് ഒരു പിയും ഉണ്ട്, 2s-ഉം 2pയും ഉണ്ട്. അപ്പൊ എസിന് 1 ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ, 3 1 4 ഓർബിറ്റലുകളാണ് ഇവിടെയുള്ളത്, എൽ ഷെല്ലിലുള്ളത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is not correct. Statement 1 is correct, but statement 2 is not correct. Option B is the right answer.